ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. അവരെന്നെ കണ്ടപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുന്നു വിചാരിച്ചിട്ട് അടുത്തേക്ക് വരണ്ട. മുമ്പൊന്ന് വിളിച്ചാ പോലും അടുത്തേക്ക് വരാത്ത ആൾക്കാരാ. ഇപ്പൊ നമ്മളടുത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ പോലും അവർ അത്രേ ഇണങ്ങി നമ്മളെ കാണുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്തേക്ക് വരും. അതൊന്നല്ല വിഷയം. ഇന്ന് നമ്മള് ഒരു അക്വേറിയം ക്ലീനിങ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ്, എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. എങ്ങനെയാണ് ചേച്ചി അക്വേറിയം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേന്ന് ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് തീരെ വയ്യ. ഇന്നലെ ഞാൻ ഇതിന്റെ ഇലയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ എനിക്ക് വയ്യാത്തത് കൊണ്ട് പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് സാധാരണ എനിക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ തോന്നുന്നതും അതുപോലെ തന്നെ അതിൽ അഴുക്ക് വരുന്നതും ഏകദേശം എന്റെ പീരീഡ്സും ഒരുമിച്ചാണ്. അപ്പൊ അതുകൊണ്ട് പീരീഡ്സ് ആവാറായതിന്റെ കുറെ വയ്യായികൾ എനിക്കുണ്ട്. അതുകൊണ്ട് എന്നും കാണുന്ന പോലെ ജിൽ ഇന്ന് ഞാൻ കുറച്ച് ടയേർഡൊക്കെയാണ്. കാലുവേദനയും തണ്ടൽവേദനയൊക്കെ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഷോൾഡർ പെയിനും കൈവേദനയും വരും. അപ്പൊ ഇത് അങ്ങനെ നാളത്തേക്ക് വെക്കണ ഒരു ശീലം എനിക്ക് ഇല്ലാത്തത് കൊണ്ട്, ഇതിപ്പോ ഇത് വയ്യായകൾ മാറിയിട്ട് ചെയ്താൽ പോരെ ചേച്ചിന്ന് കമന്റ്സ് വരും. പക്ഷെ എനിക്ക് എന്തോ അത് ചെയ്യാൻ തോന്നി അത് അങ്ങോട്ട് തീർക്കാണ്ട് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഫുഡ് കൊടുത്താൽ ഈ ക്ലീനിങ്ങിന്റെ ഇടയിൽ അവർക്ക് അത് കഴിക്കാൻ പറ്റില്ല. ഇന്നലെ അപ്പൊ ഞാൻ കുറെ ചെടികൾ ഇതിന്റെ മേലേക്ക് വന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. കുറെ ഞാൻ അതിൽ നിന്ന് എടുത്ത് പോണ്ടില് ചട്ടിയിലൊക്കെ പിടിപ്പിച്ചു. അതൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ ഇടാം, കാണിച്ചു തരാം. അപ്പൊ ഇനി ഇതിപ്പോ എന്നോട് ചെയ്ത സമയത്ത് അത് ചെയ്യണ ആൾക്കാരും ഇതിന്റെ വാട്ടർ പ്ലാന്റ്സ്, നമ്മളൊരു പ്ലാന്റഡ് അക്വേറിയം ആണല്ലോ ചെയ്തേക്കണേ. അപ്പൊ അത് ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം അറിയണ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു ഇത്രയും വലിപ്പത്തിൽ ചെയ്യേണ്ട ചേച്ചി, മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. എനിക്കത് മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടാന്ന് അറിഞ്ഞിട്ടും എനിക്ക് ഇത്ര ഹൈറ്റിൽ വേണമെന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ഒരു വാള് പോലെ, ഒരു ട്രാൻസ്പെറന്റ് വാള് പോലെ ഇത് ഉപയോഗിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് തീരെ ചെറുതാണെങ്കിൽ നമ്മൾ കുനിഞ്ഞു നോക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നേരെ നിന്ന മീനുകളെ ആസ്വദിക്കാനും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കണം. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണ ഒരു ഇത് കിട്ടും, ഫീല് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റിൽ ചെയ്തേ. എന്റെ പ്രശാന്തേട്ടനും അതേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന് ലുക്ക് ഉണ്ടാവുക, ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കുഴപ്പമില്ല, മെയിൻ്റെനൻസ് ഇത്തിരി ബുദ്ധിമുട്ടായില്ല, നമുക്ക് അത് അത്ര ഹൈറ്റിൽ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്തതാണ്. ശരിയാണ്, എന്റെ കൈ ഇവിടത്തോളം വരെയാണ് എത്തുള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിന്റെ താഴത്തോട്ട് എനിക്ക് എത്തില്ല. അപ്പൊ എന്തെങ്കിലും കോലോ പ്ലക്കറോ അങ്ങനെ യൂസ് ചെയ്തിട്ട് വേണം താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. പിന്നെ വെള്ളം ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് കളയണത് ഒരു ചെറിയ മോട്ടർ ഉണ്ട്. അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് താഴേന്നാണ് വെള്ളം പമ്പ് ചെയ്യുക. അപ്പൊ താഴെയുള്ള വേസ്റ്റ് മൊത്തം അത് വലിച്ചെടുക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് അതിന്റെ പൈപ്പ് ഡയറക്റ്റ് നമ്മൾ കോട്ടിയാടിലേക്ക് ഇട്ട് കൊടുക്കും. അതിൽ നിന്ന് ഞാൻ ചെടികൾക്ക് ഒന്ന് നനച്ചു കൊടുക്കും. എന്താ വെച്ചാൽ ഈ വെള്ളം എന്ന് പറയണത് എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരു വളമാണ്. ചെടികൾക്ക് ഭയങ്കരമായിട്ട് എനർജി കിട്ടുന്ന ഒരു എന്തൊക്കെയോ സംഭവങ്ങളുള്ള ഒരു വെള്ളമാണിത്. അപ്പൊ ഈ ഫിഷിന്റെ വാട്ടർ എവിടെയാണെങ്കിലും അക്വേറിയം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാട്ടർ ആരും വെറുതെ കളയരുത്. ഒരു ബക്കറ്റിലെങ്ങാനും പിടിച്ചു വെച്ചോ. അത് എല്ലാ ചെടികൾക്കും ഒഴിച്ച് അത്രയും നല്ലൊരു വളമാണ്. അപ്പൊ ആദ്യത്തെ പോർഷനിൽ ഞാൻ ഇത് ക്ലീൻ ചെയ്യുമ്പോഴുള്ള വെള്ളം കുറേശ്ശെ ഇത് പോയി തീരുള്ളൂ. അപ്പൊ കുറെ ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ നിൽക്കും. ആ ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളം പോണത് ഓരോന്ന് പാത്രത്തിൽ പിടിച്ചോട്ടോ അല്ലെങ്കിൽ ആ ഡയറക്റ്റ് ആ പൈപ്പ് കൊണ്ടോ മൊത്തം ഈ കോട്ടിയാടിയിലുള്ള ചെടികൾക്കെല്ലാം ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അക്വേറിയത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഇതൊരു പ്ലാന്റഡ് അക്വേറിയം ആണ്. താഴെ ബ്ലാക്ക് സോയില്, പിന്നെ അതിന്റെ മുകളിൽ ചെറിയ ചെറിയ കുഞ്ഞ മെറ്റൽ പോലെയുള്ള ചെറിയ സ്റ്റോൺസ്, അങ്ങനെയാണ് ഇത് ചെയ്തേക്കണേ. ആ മൂലക്കയിലേക്ക് പോകും തോറും കൂടുതൽ റോക്കുകളും, അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചെടികൾ സെറ്റ് ആക്കാനുണ്ടല്ലോ. അപ്പം ആ സൈഡിലേക്ക് പോകും തോറും കൂടുതൽ റോക്കുകളും അതുപോലെ തന്നെ ചെടികളും, അതുപോലെ ഏറ്റവും അടിയത്തെ ലെയറിൽ ഈ കല്ല് പോലെയുള്ള ചെറിയ സ്റ്റോൺസ് പോലെയുള്ളതും, അതിന്റെ മുകളിലായിട്ട് അക്വേറിയം സോയിൽ കിട്ടും ബ്ലാക്ക്, അതും അതിന്റെ മേലെ ചെടികളാണ് വെച്ചു കൊടുത്തേക്കണത്. ആദ്യം ചെടികളൊക്കെ വളരെ ചെറുതായിരുന്നു. ഇപ്പൊ വളർന്നിട്ട് ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ട ഇതിലായി. അപ്പൊ ആ വലിയ ടൈപ്പ് ചെടികൾ വെക്കണ ആൾക്കാർ അധികം വെക്കേണ്ട, കുറച്ച് വെച്ചാൽ മതി. കുറേ മുള പൊട്ടി അതിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അതെന്താന്ന് വെച്ചാൽ ഈ പീരീഡ്സ് ആവണ ടൈമിൽ എനിക്ക് ശ്വാസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല് ഇടയ്ക്കൊരു ദീർഘശ്വാസം എടുക്കണ്ട,
അവസ്ഥ വരാറുണ്ട്. ഇതിനെക്കുറിച്ച് അറിയണ ഏതെങ്കിലും ഡോക്ടേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വരണേന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ കമന്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ സംസാരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പുറത്ത് നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഇവന്മാർ എന്നെ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കിളിക്കുട്ടന്മാര് പുറത്തത്തെ കൂട്ടിൽ നിന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മരം ഉണ്ട്, ഫൈക്കസ്, ഒരു ബോൺസായി ട്രീ ആണ്. അതിന്റെ ഏറ്റവും മുകളിൽ അതിന്റെ തൊട്ട് താഴത്തെ ചില്ലേമ്മ അവർ കൂടൊരുക്കിയേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കണുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവര് അതില് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് പുറത്ത് പോയിട്ട് ചെയ്യുമ്പോഴേ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ചില്ലില് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം പോകാനുള്ള മോട്ടർ ഇറക്കിയിട്ടിട്ട് ഇതിന്റെ ചില്ലിമ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതായത് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു, ഈ പോയിന്റ് വരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ പാട് കാണുന്നത്. വെള്ളം കുറഞ്ഞപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എന്തായാലും വെള്ളം കുറഞ്ഞ സ്ഥിതിക്ക് ഇത് വെള്ളം മൊത്തം ഇത്രയാക്കി കളഞ്ഞിട്ട് നമുക്ക് ബാലൻസ് വെള്ളം നിറയ്ക്കാം. പിന്നെ മൊത്തത്തിൽ ഇതിലത്തെ വെള്ളം കളയാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ഇതിൽ കുറെ മീനുകൾക്കും ചെടികൾക്കും വേണ്ട ബാക്ടീരിയാസ്, വേണ്ടാത്തതും വേണ്ട ബാക്ടീരിയാസ് കുറെ ഉണ്ട്. ആ ചെടികൾ വലുതാവാനും മീനുകൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള കുറെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 3/4 ഭാഗം വെള്ളം മാത്രമേ ഇതിന്റെ കളയുള്ളൂ. എന്നിട്ട് നല്ല വെള്ളം പുതിയത് പതുക്കെ നിറയ്ക്കും. അവര് പോലും അറിയാതെ പതുക്കെ നിറയ്ക്കാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആ വേസ്റ്റ് എന്തോരം കിട്ടും എന്ന് എനിക്കറിയില്ല. കുറച്ച് ആളുകയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലകളുടെ അറ്റം മുറിച്ചെടുത്തതിന് ശേഷമാണ് വീഡിയോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് ഓർത്തെ. അതുകൊണ്ട് ക്ഷമിക്കണം. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പൊ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ കുറച്ച് ചെടികൾ ഇതിൽ നിന്ന് ഒഴിവാക്കി. എന്താണെന്ന് വെച്ചാൽ ഈ നീളനെ ഇതുപോലത്തെ ചെടികളുണ്ടല്ലോ, ഇതുപോലെ നീളനെ വളരുന്ന ചെടികൾ അറ്റം വരെ എത്തി. എനിക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് ഈ വെള്ളം ഒന്ന് കലങ്ങിയത്. ഇതിപ്പോ എന്തായാലും ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കണമല്ലോ. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമല്ല. ഇനി ചെടികൾ മാറ്റാനുണ്ടോ എന്നാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി പൊട്ടിമുറിച്ച് കുറേ ചെടികളായിട്ട് അത്രയധികം ചെടികളുടെ ആവശ്യം ഇല്ല. കുറച്ച് ചെടികൾ വെച്ചിട്ട് ബാക്കി ചെടികൾ ഞാൻ ഒഴിവാക്കുകയാണ്. എന്തോരം ഇത് കളഞ്ഞാലും ഒരുപാട് ചെടിയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിന്റെ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം കളയാനിട്ടിട്ട് പുതിയ വെള്ളം നിറയ്ക്കാം നമുക്ക്. ഇന്നലെ വൈകിട്ട് ഇതിന്റെ മുകളിലത്തെ ഇലകൾ മൊത്തം മുറിച്ച് കളഞ്ഞു. കണ്ടോ, അതിങ്ങനെ കിടന്നിരുന്ന അറ്റം വരെ കിടന്നിരുന്ന ഇലകൾ കളഞ്ഞു. അപ്പൊ ആ ഇലയമ കുറെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായത് ഇപ്പൊ ഈ ഗ്ലാസ്സുമോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഈ അക്വേറിയം ക്ലീനിങ് ചെയ്യണത് ഒരു വീഡിയോ ഇടോ ചേച്ചി, എങ്ങനെ അതിന്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കണു ഇന്ന് അക്വേറിയത്തിന്റെ മെയിൻ്റെനൻസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കണു. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യ. ഞാൻ സാധാരണ ഈ വക ഇരട്ടിപ്പണികളൊക്കെ ചെയ്യാറ് കറക്റ്റ് ഞാൻ എൻ്റെ പീരീഡ്സിന്റെ ടൈമൊക്കെ ആവാറാവുമ്പോഴാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വീണ്ടും എൻ്റെ ഡേറ്റ് ആവാറായിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് ഈ വക ജോലികൾ ചെയ്യാൻ തോന്നുന്നതും സമയമാവണതും. ഇപ്പൊ അതിലെ ആ ഇലയമ്മ ഉണ്ടായിരുന്ന അഴുക്കുകളെല്ലാം എന്താ താഴെ കിടക്കണുണ്ടോ? ഇതൊക്കെ എങ്ങനെയെങ്കിലും വാക്യൂം ചെയ്ത് എടുക്കണം. അത് ഞാൻ ആ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് കളയുമ്പോൾ അതുകൊണ്ട് എടുക്കാന്നാണ് ഞാൻ ഇപ്പൊ വിചാരിച്ചേക്കണേ. കിട്ടുമെന്ന് നോക്കാം. ഒന്ന് വെള്ളം ഒന്ന് അനക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഇപ്പൊ വെള്ളം ക്ലിയർ ആയി കിടക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയില് അപ്പൊ അതില് വെള്ളം മൊത്തം കലങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഇല മൊത്തം പറിച്ച കാരണം. ഇതിലത്തെ ഇല ഞാൻ പറിച്ചിട്ട് ഈ സൈഡിലുള്ള ചെടി ഉണ്ടല്ലോ, അതാണ് ഞാൻ പറയണേ. ഇതൊരുപാട് വളരുന്ന ചെടി. അതുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും വെക്കണമെങ്കിൽ വളരെ കുറച്ച് വെച്ചാൽ മതി. ഒരു 2 കടയെങ്ങാനും വെച്ചാൽ മതി. അതിൽ നിന്ന് പൊട്ടി മുളച്ച് നിറച്ച് കടയുണ്ടായിരുന്നു. ഞാൻ ഇതില് പുതിയ കടകൾ ഇതിങ്ങനെ പൊട്ടി മുളച്ച് വന്നതുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ പറിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ പുറത്തുള്ള ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടാണ് ചെയ്തത്. അപ്പൊ ആ പുറത്തെ ടാങ്കിൽ ഇട്ടത് ഞാൻ കാണിക്കണോ? ചട്ടിയിൽ ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അത് നടുക ചെയ്തത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഈ പുറത്തുള്ള പോണ്ടിൽ കൊണ്ടുവന്നിട്ട് 3 ചട്ടികളിലാക്കി നടുക ചെയ്ത്. അതിൻ്റെ ഇല മുറിച്ചിട്ടാണ് നട്ടേക്കണെന്ന് വെച്ചാൽ ഒരുപാട് നീട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ എന്നെ കണ്ടപ്പോൾ മീനുകൾ വന്നേക്കാണ് ഭക്ഷണം കഴിക്കാറായി എന്ന് വെച്ചിട്ട് നമശിവ് കുറച്ച് കൊടുത്തിട്ടാണ് സ്കൂളിൽ പോയേക്കണേ. ഇതിലുണ്ടല്ലോ ഗപ്പിയും ഗൗരിയും പിന്നെ ഗോൾഡ് ഫിഷും മാത്രമല്ല, നംശിവ് പോട്ടയിൽ നിന്ന് കുറേ പരലും കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫാസ്റ്റായിട്ട് ഓടണതൊക്കെ പരലുകളാണ്. പക്ഷെ ഇവന്മാരെല്ലാം ഇണങ്ങി ഇപ്പൊ തീറ്റ കൊടുക്കാറാവുമ്പോഴേക്കും അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ തീറ്റ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ, പരലടക്കം കഴിക്കുന്നുണ്ട് തീറ്റ. അവർക്ക് സുഖമായില്ലേ. മുമ്പൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണമായിരുന്നു തീറ്റ. ഇപ്പോൾ മുമ്പിൽ കൊണ്ടുവന്ന് തരല്ലേ. അവർ വിചാരിക്കും ഇത് നല്ല പരിപാടിയാണല്ലോ, തോട്ടിലായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ട് വേണം കുറച്ച് തീറ്റ കിട്ടാൻ. ഇപ്പൊ സുഖമായിട്ട് മുമ്പിൽ തന്നെ കൊണ്ടുവന്നു തരുന്നു. നല്ല ചേച്ചിന്ന് വിചാരിക്കണ്ടാവും. അപ്പോ ഞാനൊരു ചെയർ ഇവിടേക്ക് കയറ്റിയിട്ടിട്ടാണ് ഇതുമ്മ കയറി നിന്നിട്ടാണ് അവിടെ ഒരയ്ക്കാറ്. എന്നാലേ എനിക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കൈയിട്ട് താഴത്തോട്ട് ഒരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ചെയർ ഇവിടെ ഇട്ടിട്ടാ ചെയ്യാറ്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സംഭവം, ഇതാണ് നമ്മുടെ ഒരു ചെറിയ മോട്ടർ എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ഈ ഒരു മോട്ടർ. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇവിടെ നിന്നൊരു പൈപ്പ് കണക്ട് ചെയ്ത് നമുക്ക് കോട്ടിയാടിലേക്ക് ഇട്ട് ആ വെള്ളം കളയാനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. നമ്മുടെ ഗാർഡൻ പൈപ്പിന്റെ ഒരറ്റം നമ്മുടെ കോട്ടിയാടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരറ്റം നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം. പിന്നെ ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഒരു വല ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ സക്ക് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീൻ ഇതിൻ്റെ ഉള്ളിൽ പെടാതിരിക്കാനാണ് കേട്ടോ. ഇത് ഇന്നൊരു പണിയാവാൻ ചാൻസ് ഉണ്ട്. ആ ആൾഗയുടെ നാരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്ട് നിൽക്കും. ഇതുള്ള കാരണം അങ്ങനൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല ടൈറ്റായിട്ട് കയറ്റി കൊടുക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ നമ്മുടെ പരിപാടി. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതിന് മുമ്പേ ഇവന്മാരെ എന്നെ പ്രശ്നം ഉണ്ടാക്കുമോ ഈ കിളികള്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അപ്പുറത്ത് കൂടെ വന്നെടുക്കാം. ആദ്യം ഇത് നമ്മൾ ഈ പ്ലഗില് ചെയ്യണം. ആദ്യേ ലൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഫിൽറ്ററുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓഫാക്കി ഇടണം. അപ്പൊ ഇത് ഞാൻ മേലേക്ക് വെച്ചിട്ട് ഇത് ഞാൻ കുത്തട്ടെ കേട്ടോ. ഇനി നമുക്ക് ലൈറ്റ് നമുക്ക് എന്തായാലും വേണം, മോട്ടറും വേണം. ഓണാക്കല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഓണാക്കാൻ പാടുള്ളൂ. കിളിക്കൂട്ടന്മാരുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്യട്ടേട്ടാ. എന്നെ കൊത്താൻ വരല്ലേ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വരുന്നില്ല. അവിടെ വരെ എത്തുള്ളൂ. ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെങ്കിൽ ഈ അറ്റം വരെ എത്തിയേനെ അത്. അമ്മേ, ഇപ്പൊ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു മോട്ടർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇവിടം വരെ എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഈ സൈഡിലെ ആൾഗ വലിച്ചെടുക്കാൻ. വെള്ളം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം പോകുന്ന സമയത്ത് എന്തായാലും നമുക്കിതൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്യാം. കണ്ടോ, ഈ ഒരു ചെറിയ മോട്ടർ ഇട്ടിട്ട് ആ ലെവൽ വരെയുള്ള വെള്ളം കളയാണ് ചെയ്യണേട്ടാ. അപ്പൊ ഇതിന്റെ താഴെ കിടക്കണ സംഭവങ്ങളൊന്നും നീക്കം ചെയ്യണം. അപ്പൊ ഇവിടേക്ക് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യും വേണം. അപ്പൊ അത് ചെയ്യാം നമുക്ക്. ഞാനപ്പൊ ചെയറുമൊക്കെ കയറി നിന്നിട്ടാണ് ചെയ്യാൻ പോണേ. എൻ്റെ പിള്ളേരുണ്ടെങ്കിൽ അവരുണ്ടായാലൊന്ന് ശ്രദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യാനും. അവർക്ക് ക്ലാസ്സുള്ള ദിവസം അവർ പറഞ്ഞു, അമ്മയ്ക്ക് ഇന്ന് വയ്യെങ്കിൽ അമ്മ ഇന്നൊന്നും ചെയ്യണ്ട, ഞങ്ങൾ പോയി കഴിയുമ്പോൾ അമ്മ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോ, പിന്നെ ഞങ്ങള് വന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുടക്കുള്ള ദിവസമോ ചെയ്യാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കത് ചെയ്യണം തോന്നണത് അപ്പാപ്പ ചെയ്തില്ലെങ്കിലേ അതൊരു ബേർഡനായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് എനിക്കത് ഇപ്പം തന്നെ ചെയ്യണമെന്ന്, അതെൻ്റെ ഒരു വാശിയാണ്. ഇതിന് എന്തിട്ട് വന്നാലും ഞാൻ തന്നെ അനുഭവിക്കണം. ഇത് പതുക്കെ പതുക്കെ ചെയ്യാം. ഇപ്പൊ ഈ വെള്ളം പോകുന്നതോട് കൂടി ഇത് നമ്മള് എൻ്റെ മണി പ്ലാന്റിന്റെ വേരൊക്കെ ഇതിനുള്ളിലേക്ക് വന്നേക്കണു വെള്ളം എടുക്കാനായിട്ട്. ഐഡിയ കൊള്ളാലോ. കുഴപ്പമില്ല, ഇതിൽ നിന്ന് വെള്ളം എടുത്തവര് വലുതായാണ്ടല്ലോ നല്ല വളം കിട്ടും അവർക്ക്.
ഈ വെള്ളം എടുത്ത് എനിക്ക് ആ ചെടികൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇതിന്റെ അറ്റം കൊണ്ട് ആ ചെടിയുടെ അവിടെ വെക്കാം. ഞാൻ എന്തായാലും ഈ പൈപ്പിന്റെ അറ്റം ഒന്ന് ചെടിയുടെ അവിടേക്ക് വെക്കട്ടെ കേട്ടാ. അങ്ങോട്ട് പൊക്കോട്ടെ വെള്ളം. ഇവർക്ക് ഈ കുറച്ചെൻ്റെ സ്ട്രോബെറി പേരയ്ക്ക് പോട്ടെ ആദ്യം. കുറച്ച് നമുക്ക് ആദ്യം പോകുന്ന കുറച്ച് വെള്ളം ഞാൻ സ്ട്രോബെറി പേരയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കുറച്ച് വെള്ളം സ്ട്രോബെറി പേരയുടെ കടക്കയിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ കോട്ടിയാടിന്റെ സൈഡിൽ വെച്ചാണ് ചെടികളുണ്ട്. ഫിലോഡെൻഡ്രോൺ എന്നാണ് അതിനെ പറയാ. അതിന്റെ ബ്ലാക്ക് ബ്രൗൺ വെറൈറ്റി ആണ് അത്. അപ്പൊ അതിന് വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ വെറുതെ അങ്ങോട്ട് ഉരയ്ക്കുമ്പോഴേക്കും പോകുന്നില്ല കേട്ടോ. ഈ ഗ്ലാസ്സുമുള്ള ആൽഗ ഉണ്ടല്ലോ, അത് ഭയങ്കര മുറുക്കി ഉരയ്ക്കണം, എന്നാലേ പോവുള്ളൂ. കിളികൾ മിക്ക തന്നെ ഓടിപ്പിക്കാൻ വഴിയുണ്ട്. അവരുടെ ഏരിയയിൽ വന്നല്ലേ ഞാനീ കളിക്കണേ. പോകുന്നില്ലേ, പോകുന്നിടത്തോളം പോട്ടെ. ഇന്ന് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടേ ചെയ്യണുള്ളൂ. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. രണ്ടു കൈയും മാറി മാറി ചെയ്താലേ വേദന രണ്ടു കൈയും ഒരുമിച്ച് അനുഭവിക്കാന്ന്. ബാലൻസ് ആക്കി ചെയ്യാം, ബാലൻസ്ഡ്. അത്ര എനിക്ക് എത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട ഇത്രയാണ് എത്തുള്ളൂ. അപ്പൊ അവിടെ വരെയുള്ളതാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ. മുകളിൽ നിന്ന് നോക്കുമ്പോ ക്ലീൻ ആയോ എന്നുള്ളത് മനസ്സിലാവണില്ല. താഴെ നിന്ന് ഇറങ്ങി നോക്കണം ഇടയ്ക്ക്. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഉണ്ട്, ആകെയുണ്ട്. ആ ഒരു തുണി ഉണ്ടായില്ല തുടയ്ക്കണത്. താഴേക്ക് വെള്ളമുണ്ട്. അപ്പൊ ഒരു ചെറിയ തുണി കൊണ്ടുവന്നിടാൻ വേണ്ടി പോയതാ ഞാൻ. താഴെ വെള്ളമായി കഴിഞ്ഞാൽ ഞാൻ തന്നെ വീഴും. നമുക്ക് തുടരാം, പണി തുടരാം. എന്റെ ഭഗവാനേ, ഇതങ്ങനെ ഇനി അപ്പുറത്തെ സൈഡിൽ പോട്ടെ. അമ്മേ, ഇപ്പൊ നമ്മുടെ സ്ട്രോബെറി പേരയ്ക്ക് കിട്ടേണ്ട വെള്ളം ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ നിന്ന് ആ വെള്ളത്തിന്റെ ഇത് മാറ്റിയിട്ടേ അപ്പുറത്തേക്ക് വെക്കാം. അതായത് എൻ്റെ ഈ ചെടികൾക്ക് കിട്ടുന്ന രീതിയിൽ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ ഫിലോഡെൻഡ്രോൺ കിട്ടട്ടെ ഇനി കുറച്ച്. ഇതിന്റെ ഈ ഗ്ലാസ്സും ഒട്ടിപ്പിടിക്കുന്ന ആൾക പെട്ടെന്ന് അങ്ങനെ വേഗമൊന്നും പോകുന്നില്ല. പിന്നെ ഇതില് ഉപ്പും സാധനങ്ങളൊക്കെ ഇട്ടാ പോകും. പക്ഷെ ഇതില് ചെടികളൊക്കെ ഉള്ള കാരണം ആ ചെടികൾക്ക് അത് മോശമായിട്ട് ബാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിലത്തെ ആൾഗയൊന്നും കളയാണ്ടിരിക്കണതാണ്. കുറച്ച് ആൾഗ എപ്പോഴും ഉള്ളതാണ് മീനുകൾക്കും ചെടികൾക്കും എപ്പോഴും നല്ലത്. പക്ഷെ നമുക്കത് കാണാനായിട്ട് അത്ര സുഖമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യുന്നത്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ ആൾഗയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ മീനിനൊക്കെ ഇതിലുള്ള ആൾഗെ കുറച്ചൊക്കെ ഉള്ളത് അവർക്ക് നല്ലത്, അവരത് ഭക്ഷിക്കുകയും ചെയ്യും. അവര് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് ആൾഗയുള്ള വാട്ടറാണ് എപ്പോഴും നല്ലത്. നമ്മള് ഗപ്പീനും ഇതിനൊക്കെ മുമ്പേ വളർത്തുമ്പോൾ ആൾഗയുള്ള വാട്ടർ മിക്സ് ചെയ്യും. നമ്മള് പുതിയൊരു വാട്ടർ എടുത്ത് അതിൽ മീനിടുമ്പോൾ നമ്മൾ ആൾഗെ വാട്ടർ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ വാട്ടർ കൊണ്ട് മിക്സ് ചെയ്യും. എന്താ വെച്ചാൽ അതിൽ നല്ല ബാക്ടീരിയാസും ഇവർക്ക് വേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടാവേ. അമ്മേ ത്രൂ ഔട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇത് ഈ ടൈമിൽ അങ്ങനെ വരും എനിക്ക്. പറ്റാവുന്ന രീതിയിൽ നമുക്ക് എത്തണോടത്തോളം ഒക്കെ നമുക്ക് അങ്ങനെ ഉരച്ചു കൊടുക്കാം. കസാര നീക്കിയിടണം. ഉണ്ടാ ഇവിടത്തെ ഒന്നും ഒരു അനക്കം പറ്റാണ്ടിരിക്കണ നോക്കിയേ. നഖത്തോണ്ട് കാണിച്ചിട്ട് പോലും അത് പോണില്ല. കുറച്ചവിടെ ഇരിക്കട്ടെ, കുറച്ചിവിടെ നാച്ചുറലി ഇരിക്കട്ടെ. മീനുകൾക്കും ചെടികൾക്കൊക്കെ നല്ല സാധനം ആണല്ലോ. വെള്ളം ഇപ്പം ഇത്ര ഉണ്ടായിരുന്ന വെള്ളം ഇത്ര ആയിട്ടാ. ഇതിങ്ങനെ പതുക്കെ പതുക്കെയാണ് വെള്ളം അങ്ങ് പോയി തീരുള്ളൂ. അതുപോലെ തന്നെ പതുക്കെ പതുക്കെയാണ് വെള്ളത്തിലേക്ക് നിറയ്ക്കാനും പറ്റുള്ളൂ കേട്ടാ. ഈ വീഡിയോ ഇനിയിപ്പോ ലെങ്ത് കൂടാവോ. നല്ല ശക്തി വെച്ച് ഉരച്ചാലത് പോണുള്ളൂ കേട്ടാ. എന്തോരട്ട് ഉരക്കണേന്നറിയോ. ഈ സ്ക്രബ്ബർ ഞാൻ പാത്രം കഴുകണതല്ല കേട്ടോ. ഇതിന് വേണ്ടി മാറ്റി വെച്ചേക്കണ ഒരു സാധനമാണ്. ഇത് വേറെ ഒന്നിലും യൂസ് ചെയ്യില്ല, ഇതിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ആൾക്കാരിപ്പോ കമന്റ് ഇടും, ചേച്ചി സ്ക്രബ്ബർ പാത്രം കഴുകുന്നത് യൂസ് ചെയ്യല്ലേ എന്ന് പറയും. ഇതിന് ടെമ്പേർഡ് ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കണേ. നല്ല കട്ടിയുള്ള അങ്ങനെ പെട്ടെന്ന് പൊട്ടാത്ത ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കണേ. സൈഡില് ഈ ചെടികൾ ഭയങ്കര അധികമായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഭയങ്കര ആൾഗ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് ആൾകിയിരിക്കണു. ഉറച്ചിട്ട് പോരണൂല്ലത്. പോയത് അതിൻ്റെ ഈ ഫിൽറ്ററിന്റെ സംഭവത്തിലേ ഇരിക്കണം, അതാണ് പ്രശ്നം. കോരിയൊക്കെ ഏകദേശം തീർന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ചെളികളൊക്കെ ഒന്ന് കലക്കി വിടട്ടെ ഞാൻ. വെള്ളത്തിൽ കൂടെ പോട്ടെ. ഈ ചെടികളുടെ പ്രശ്നം അതായത് ഈ പച്ച ചെടികളുടെ ഉള്ളിലേ ചെളി വന്നിരിക്കും. അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക ചെളികള്. അതൊരു പ്രോബ്ലം. അതിപ്പോ ഏത് ചെടികളാണെങ്കിലും അതിന്റെ കൊഴിയാറായ ഇലകളുടെയും അങ്ങനത്തേതുകൾ നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ ആണെങ്കിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് വാട്ടർ പ്ലാന്റുകളുടെയും. പിന്നെ കുറേയൊക്കെ ആ മണ്ണിൽ തന്നെ ഇതായിട്ട് വളമായി പൊക്കോളും ഉള്ളതാണൊരു സമാധാനമുള്ളത്. അപ്പൊ അങ്ങനെ തോന്നുന്നു ഇതിങ്ങനെ വെച്ചിട്ട് തിരിക്കണം. അങ്ങനെ എന്തോ ഉണ്ടാ. അങ്ങനെയാണോ? എങ്ങനെയത് ഇങ്ങനെ ആക്കണം. വെച്ചിട്ട് ഇങ്ങനെയാക്കണം. അങ്ങനെയാണോ? അമർത്തണല്ലേ. അങ്ങനെയാണല്ലേ. വെച്ചിട്ട് ഓക്കേ. അങ്ങനെ നമ്മുടെ ഒരക്കലും പിടിക്കലൊക്കെ തീർന്നിട്ടുണ്ട്. തീർക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആയി എന്നല്ല ഞാൻ പറയണേ. ഗ്ലാസ്സിലുള്ള ആൾഗ അത്രേ കളയാൻ പറ്റുള്ളൂ നമുക്ക്. ഗ്ലാസ്സിലുള്ള ആൾഗ അങ്ങനെ കുറച്ചൊക്കെ ഇരിക്കും. ഇതിന്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ്. അതുപോലെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അക്വേറിയത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈ കിളികൾ ഇതിന്റെ മുകളിൽ ഒരു കൂടും വെച്ചിട്ടുണ്ട്. അതാ കൂട് കാണുന്നുണ്ടോ?
അപ്പൊ ഈ വെള്ളം മൊത്തം പോയി തീരട്ടെ. ഇനി നമുക്ക് ആ വെള്ളം മൊത്തം തീർന്നു കഴിഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും കാണാം. പിന്നെ ആ മുകളിൽ വന്നാണ് കരടുകൾ നീക്കം ചെയ്യണം. അതിപ്പോ ഞാൻ നീക്കം ചെയ്യട്ടെ. കുറെ ഇലകളുണ്ട്. ഒന്ന് മാറിയിട മക്കളെ, ഞാൻ ഇലകൾ എടുക്കട്ടെ. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പോരല്ലേ. തീറ്റൊക്കെ ഈ വെള്ളം മാറ്റൽ കഴിഞ്ഞിട്ട് തരാന്ന്. അപ്പൊ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഓക്കേ ഓക്കെ ആണോ എഞ്ചൽ കുട്ടന്മാരെ? എന്നാലും എൻ്റെ മോളി, നീ നിത്യ ഗർഭിണിയാണോ? നീ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ എവിടെ? ഇവര് തിന്നാ? ഒരു കുഞ്ഞിനെ പോലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ടുമില്ല. വയറെപ്പോഴും നോക്കുമ്പോൾ ഉണ്ടാനും. അതുപോലെ തന്നെ ആൾക്ക കഴിക്കണ മഞ്ഞമീനിൻ്റെ അതെ, നിത്യഗർഭിണിയാണ്. എന്നും വയറങ്ങനെ തന്നെയുണ്ട്. മുട്ടയിടാനുള്ള സമാധാനം ഇവർ കൊടുക്കില്ല ഞാൻ തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവർ പുറത്തെ സൈഡിലുണ്ടല്ലോ ഒരല്ല. അപ്പം അങ്ങനെ ഇലകൾ എടുത്തു. അപ്പൊ നമ്മുടെ ടാങ്കിലെ വെള്ളം ഏകദേശം ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. കുറച്ചും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്കുള്ള വെള്ളം നിറയ്ക്കാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നോക്കൂ, ഇത് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥ കണ്ടോ? ചെടികളൊക്കെ ഇതിലേക്ക് മറഞ്ഞ് കിടക്കുകയാണ്. ചെടികളൊക്കെ പുറത്തേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ചില ആൾക്കാരെ പുറത്ത് കാണുന്നത് ഇപ്പോഴാണ്. ആ ഗോൾഡൻ ആൽഗ ഈറ്റർ ഉണ്ടല്ലോ, അതായത് അതുപോലെ തന്നെ ഈ പാമ്പ് പോലെ ഓടുന്ന ഇവനില്ലേ, ഇവനൊന്നും എപ്പോഴും കാണാൻ കിട്ടുന്ന ആളല്ല. ഇതുപോലെ വെള്ളം മാറ്റുമ്പോഴാണ് ഇവന്മാര് പുറത്തോട്ട് വരിക. അതായത് അവരുടെ താവളം ആ കാടിനുള്ളിലാണ്. ആ കാടിനുള്ളിലെ വെള്ളം ഇറങ്ങി പോകുന്നത് കൊണ്ട് മാത്രമാണ് അവരിങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവന്മാരെ കാണാനും, അതുപോലെ ഈ ആൾഗ ആണ്, ഈ ഗോൾഡൻ ആൾഗ ഈറ്റർ ഞാൻ പറഞ്ഞില്ലേ, നിത്യ ഗർഭിണിയാണോ എന്ന് ചോദിച്ചില്ലേ, ഇതിലൊരെണ്ണാണ് നിത്യ ഗർഭിണി. അപ്പൊ ഇവന്മാരെയൊക്കെ കാണുന്നത് ഈ സമയത്താണ്. നമ്മൾ വെള്ളം മാറ്റണ സമയത്താണ് ഇവരൊക്കെ പുറത്തോട്ട് വരുള്ളൂ. ഇവരൊക്കെ ഇത്തിരി ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് അവരെ ആരും കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ പാമ്പ് പോലത്തെ മീനൊക്കെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഉണ്ട് ഒരാൾ, കണ്ട, ഈ 2 പേര് പാമ്പ് പോലത്തെ ഫിഷ്. ഇവന്മാരൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തേക്ക് വരുന്ന ആൾക്കാരല്ല. അവരെപ്പോഴും ആ കാടിനുള്ളിലെ ചെളികളും മീനുകളെയൊക്കെ മീനുകളിൽ നിന്ന് ഇങ്ങനെ ബാക്ടീരിയാസും ഒക്കെ വരുന്നുണ്ടാവുമല്ലോ. ഓരോ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത കുറേ ഭക്ഷണം അവർക്ക് അതിൻ്റെ ഇടയിലുണ്ട്. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിച്ച് ശീലിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഇവരിപ്പോൾ പുറത്തോട്ട് വന്നത് അവരുടെ കാടിനുള്ളിലത്തെ വെള്ളം മൊത്തം ഞാൻ ഇറക്കി ഇത്ര ആക്കിയത് കൊണ്ടാണ്. ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങാം. പിന്നെ നിറയ്ക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ക്ലാരിറ്റിയും കളറൊക്കെ നാളത്തേക്ക് കിട്ടില്ല. 2 ദിവസത്തേക്ക് ചിലപ്പോൾ ആൾഗയൊന്നും വരാതെ നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെയും ക്ലിയർ വാട്ടർ തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചൊക്കെ ആൾഗയൊക്കെ വന്ന് ഒരു യെല്ലോയിഷ് കളറായിട്ട് വരും. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാറുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു പൊടി തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചെടികൾക്ക് നല്ല സ്ട്രെങ്തോടു കൂടി നിൽക്കാനും മീനുകൾക്കും ചെടികൾക്കും ഒക്കെ എല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയ ഫോം ചെയ്യാനുള്ള ഒരു പൊടിയുണ്ട്. ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിപ്പോഴല്ല, ഒന്ന് വെള്ളത്തിൽ കലർത്തി ഈ ചെടികൾ വരുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ മണ്ണിനൊക്കെ ആ വളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഇട്ട് കൊടുക്കേണ്ട ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം കഴിഞ്ഞു. പിന്നെ ആ സൈഡിൽ ഇരിക്കുന്ന ആ 3 സംഭവങ്ങളുണ്ടല്ലോ, അതാണ് വേവ്സ് വരുന്നതും. അതുപോലെ തന്നെ വേവ്സ് വന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം തിരിച്ചു കയറി അതിലത്തെ എന്താ പറയാ ഫിൽട്രേഷൻ പ്രോസസ്സ് നടത്തണ സംഭവങ്ങളാണ് അത്. പിന്നെ അതുപോലെ ഇതിന്റെ മുകളിൽ ഇതുപോലെ വലിയ 2 ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് പോലത്തെ നീട്ടത്തിലുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തേക്കണേ. അതിൽ തന്നെ കുറേ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് ലൈറ്റ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ലൈറ്റ് ഇല്ലെങ്കിലും പകൽ സമയത്ത് ഇവിടെ നല്ല വെളിച്ചമുണ്ട്. മുകളിൽ നമ്മൾ ഗ്ലാസ് ഇട്ടാണല്ലോ കൊടുത്തേക്കണേ. ഇതൊരു കോട്ടിയാടാണല്ലോ നമ്മുടെ, അതുകൊണ്ട് ഇവിടെ നല്ല വെളിച്ചമുണ്ട്. ഇവിടെ നമ്മുടെ കിളിക്കുട്ടന്മാരെ കൂടുണ്ട്. കണ്ടോ എന്തൊരു രസാ നോക്ക്. അവരെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മൈക്ക് വെച്ചേക്കണ കാരണം എൻ്റെ സൗണ്ട് മാത്രമേ അതിൽ റെക്കോർഡ് ആവാൻ വഴിയുള്ളൂ. പക്ഷെ അവരുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കേൾക്കാൻ വഴിയില്ല. കണ്ട, ഇതാണ് എൻ്റെ കിളിക്കുട്ടന്മാരുടെ പുതിയ കൂട്. അത് ഈ മീനിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ ഈ ഒരു മരവും ഒരു കോട്ടിയാട് എന്നുള്ള സ്പേസ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് വെയിലടിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ആൾഗ വരുന്നത് കേട്ടോ.
ആൽഗ എപ്പോഴും മീനുകൾക്ക് നല്ലതാണ്. അതൊരു പൊട്ട കാര്യമല്ല, നല്ല കാര്യമാണ്. പക്ഷെ നമ്മളത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ പച്ച കളറിലിരിക്കണേന്ന്. അപ്പോൾ പച്ച കളറാവാൻ ഞാൻ വിടാറില്ല. കുറച്ച് ആളുകൾ വരുമ്പോഴത്തേക്കും ഇതിലത്തെ വെള്ളം കളഞ്ഞ് ഗ്ലാസ്സുമുള്ള ഡോട്ട്സ് ഒക്കെ ഒന്ന് ഉരച്ച് കളയാറുണ്ട്. ഇപ്പം നല്ലോണം ഉരച്ച ഗ്ലാസ് ആണ്, എന്നാലും ഡോട്ട്സ് ഉണ്ട്. കണ്ടോ, ഇത്ര പൂവുള്ളൂ, ഇതിൽ കൂടുതൽ പൂവില്ല ഉരച്ചു കഴിഞ്ഞാൽ. പിന്നെ വല്ലാതെ പ്രഷർ കൊടുത്ത് ഉരയ്ക്കാറും ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്ക് നമ്മുടെ മീനുകൾക്ക് വേണമല്ലോ. അപ്പം നമുക്ക് ബാലൻസ് വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ട് നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കാം. നമ്മുടെ ഇതിൽ മെയിനായിട്ടുള്ള മീനുകൾ മോളീസിനെയൊക്കെ ഞാൻ എൻ്റെ ഉള്ളതിനെ കുറച്ചെണ്ണത്തിന് എടുത്തിട്ടതാണ്. ബ്ലാക്ക് മോളി എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട്. പിന്നെയുള്ളത് സിൽവർ ഷാർക്കാണ്. അത് ആ 3 പേരെ കാണില്ലേ, ഒരു 4 പേരുണ്ട്. സിൽവർ ഷാർക്കാണ്. പിന്നെ ഏഞ്ചൽസ് ആണുള്ളത്. പിന്നെയുള്ളത് അതാ ഒരുമിച്ച് നടക്കണ ഈ ടെട്രാസ് ഉണ്ട്. പിന്നെ ആ പാമ്പ് പോലത്തെ മീനിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ആൽഗൈറ്റർ ആണ്, മറ്റേ ഗോൾഡൻ കളർ ആൽഗൈറ്റർ ഉണ്ട്. അവന്മാര് എൻ്റെ അടുത്ത് ഇപ്പോഴും ഇണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അടുത്തേക്ക് ചെന്നാൽ അവരവിടെ നിന്ന് പോകും. കണ്ടോ, അതാണ് അവരെ മാത്രമാണ് നമുക്ക് ഇണക്കാൻ പറ്റാത്തത്. ഓട്ടിപ്പിക്കുകയാണ്. ആൽഗൈറ്റേഴ്സ് മാത്രമാണ് നമ്മളെ ഇണങ്ങാത്തത്. അതുപോലെ ഈ പരല് പോലെ ഒരു വരയന് കണ്ടോ, ഇത് ഈ വരയൻ, അതും ആൽഗൈറ്റർ ആണ് കേട്ടോ. ആൽഗൈറ്ററും ഈ നമ്മുടെ കൂടുതൽ ഈ അക്വേറിയം നന്നാവാൻ കാരണം, നന്നാവാൻ മീൻസ് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കുന്ന ഫിൽറ്ററും, പിന്നെ അതുപോലെ നമ്മളെ സഹായിക്കുന്നത് ആ പാമ്പ് പോലത്തെ മീനും, ഇപ്പം ഈ പരല് പോലെ ഈ വരയാനായിട്ടിരിക്കുന്ന ഈ ഒരു മീനില്ലേ, അവനും ഒക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ പാമ്പ് പോലത്തെ, പിന്നെ ആൽഗൈറ്റർ ആയിട്ടുള്ള ഗോൾഡൻ ആൽഗൈറ്റർ, പിന്നെ അത് ഈ പാമ്പ് പോലത്തെ മീൻ, പിന്നെ ഈ പരല് പോലത്തെ മീൻ, ഇവരൊക്കെ എൻ്റെ ആൽഗൈറ്റേഴ്സ് ആണ്. എന്നെ ഇത് ഭംഗിയിൽ സൂക്ഷിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ ബാക്കി വെള്ളം കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് വയ്യാതായി മക്കളെ, വയ്യ. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ചവിട്ടിക്കൂട്ടി നടന്നപ്പോൾ വലിയ വെള്ളമൊന്നും പോയിട്ടില്ല. എന്നാലും ഇന്ന് റോബിക്കുട്ടനെ വിട്ടിട്ടില്ല. അപ്പം എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഏകദേശം തീർന്നു. എൻ്റെ കിളികളെ, ഞാൻ നിങ്ങളെ തൊടാനല്ല. എൻ്റെ അക്വേറിയത്തിലെ വെള്ളം തീർന്നിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്തിട്ട് വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇന്നത്തെ ക്ലീനിങ് ഇത്രേ ഉള്ളൂ, എനിക്ക് വയ്യ. അപ്പൊ ഞാൻ അക്വേറിയത്തിലെ വെള്ളം ഏകദേശം 3/4 ഭാഗം തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യാണ്. ലൈറ്റും സ്വിച്ചും ഒരുമിച്ചാണ്. അപ്പൊ മോട്ടർ ഇതിൽ നിന്ന് മാറ്റാം. ഇനി പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മള് ഈ വെള്ളം മാറ്റണ പരിപാടി ചെയ്തു തുടങ്ങുമ്പോഴേ കിളിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ, കിളി പോയിന്നുണ്ടല്ലേ. നമ്മുടെ അക്വേറിയത്തിലെ വെള്ളം മാറ്റുന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് കേട്ടോ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാലേ, ഈ ഫിൽട്രേഷൻ്റെ ഒക്കെ സംഭവം കറക്റ്റായിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ആ ഫിൽറ്ററിൻ്റെ ഇത് പോണ ഇതുണ്ടല്ലോ, ഫിൽറ്ററിൻ്റെ നമ്മുടെ എന്താ പറയുക, ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കണ, അതുപോലെ ബബിൾസ് ഒക്കെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അത് എയർ വലിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ അവർ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇനി ഈ ഓസിലത്തെ വെള്ളം ഫുള്ളായിട്ട് കളയട്ടെ കേട്ടോ. ഇനി അക്വേറിയത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. അതിനായിട്ട് ലൈറ്റ് നമുക്ക് ഇടാം അല്ലേ. അക്വേറിയത്തിലെ ലൈറ്റ് ഇടട്ടെ കേട്ടോ ആദ്യം.
എന്നിട്ട് ഞാൻ പുറത്ത് നിന്ന് അധികം നേരം മീനുകൾക്ക് ഈ വെള്ളത്തിൽ ഫിൽട്രേഷൻ ഇല്ലാണ്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് വേഗം തന്നെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പുതിയ വെള്ളത്തിൽ അവർക്ക് കുറെ ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഇനി പോയിട്ട് പുറത്തുനിന്ന് പൈപ്പ് ഇട്ട് ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം. അതിനായിട്ട് എനിക്കൊരു കവർ വേണം. കവർ ചുറ്റിയിട്ട് ആ കവറിൽ ഓട്ടിട്ടിട്ടാണ് വെള്ളം നിറയ്ക്കുക. അല്ലെങ്കിൽ കുത്തി വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മൊത്തം കലങ്ങി നിറനാശാവും. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മൾ പൈപ്പ് 2 പീസാക്കിയിട്ട് ജോയിന്റ് കൊടുത്തിട്ടാണ് ഞാൻ നനയ്ക്കണേ. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ആവശ്യത്തിന് അത്രയും വലിയ പൈപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് വരണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഈ പീസിന്റെ ഇതിന്റെ അറ്റവും അതിന്റെ അറ്റവും ജോയിന്റ് ചെയ്തിട്ട് ആദ്യം തന്നെ. ഇനി നമുക്ക് ഇതിന്റെ അറ്റത്തൊരു കവർ കെട്ടണം. ഞാൻ ഇങ്ങനെ ഒരു കവറ് ഇതിന്റെ അറ്റത്ത് വെച്ച് കെട്ടും. എന്നിട്ട് അതിന് ഓട്ടയിടും. കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇടും കേട്ടോ. എന്താ വെച്ചാൽ കെട്ടലൊക്കെ എപ്പോഴാണെങ്കിലും ഉരിപ്പോവാം. എൻ്റെ അല്ലേ കെട്ടലേ, കെട്ടലൊക്കെ ഊരിപ്പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഞാൻ ഇതിൻ്റെ ചുറ്റും കെട്ടിക്കൊടുക്കും. മതിരി കെട്ടൽ ഞാൻ കെട്ടുന്നുണ്ട്, എന്നാലും ഒരു ഇതൊക്കെ നല്ല കെട്ടലായതുകൊണ്ട് ഇത് റബ്ബർ ബാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. സാധാരണ ഞാനിങ്ങനെ കീറിയിട്ടല്ല കെട്ടാറേ, വെറുതെ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇടും. ഇനി ഇതിന് കുറേ ഓട്ടകൾ ഇടണം. നമുക്ക് കത്തി കൊണ്ട് കുത്തി ഓട്ടയാക്കാം. അപ്പോൾ നമുക്ക് ഇനി കവറിൽ ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഇടാം. സാധാരണ ഞാൻ ഈ വക പരിപാടികൾ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളുള്ളപ്പോഴാണ് ചെയ്യാറ്. എന്താന്ന് വെച്ചാൽ വെള്ളം ഓണാക്കുന്ന വഴിക്ക് ഇതെങ്ങാനും തട്ടിപ്പൊത്തി മുകളിലേക്ക് പോന്നാൽ നല്ല പണിയാവില്ലേ? ഉള്ള വെള്ളം മൊത്തം എൻ്റെ ഹാളിലാവില്ലേ? അതുകൊണ്ട് ഇന്നിപ്പോൾ ആരും ഇല്ലാത്ത കാരണം ഇന്ന് നിങ്ങളാണ് എൻ്റെ കൂടെയുള്ളൂ. അപ്പം നിങ്ങളൊന്ന് നോക്കൂ, ഞാൻ പോയിട്ട് പൈപ്പ് ഓണാക്കിയിട്ട് വരാം. കണ്ട, അങ്ങനെയാണ് വെള്ളം നിറയ്ക്കണേ കേട്ടാ. ഇങ്ങനെ ഇടുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ കവറുള്ളത് കൊണ്ട് കുത്തി വെള്ളം ഇടണ പോലെ എന്തായാലും ഫീല് വരില്ല. വെള്ളം കുത്തി അടിച്ച് ഇപ്പം ഞാനത് നീക്കേണ്ട ഒരു കരട് വരും, എന്നാലും കുത്തി നനയ്ക്കണ പോലെ വെള്ളം അങ്ങോട്ട് മോശമാവില്ല. അപ്പോൾ അക്വേറിയത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു കവർ ഇട്ട് ആ പൈപ്പിലൂടെ വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു കവറിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുത്തി നിറച്ച് കുത്തി വെള്ളം വീഴുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഇതിന് ഒരുപാട് ഹോളുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോളുകളിൽ കൂടെയൊക്കെയാണ് വെള്ളം പുറത്തേക്ക് വന്ന് ഇനി ഇത് നിറഞ്ഞിട്ട് കണ്ടാൽ പോരെ നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോയാവും. മാമച്ചി ഒന്ന് വെള്ളം കുപ്പി കൊണ്ടുപോകാൻ മറന്നു. ഡൈനിങ് ടേബിളിൽ ഒരു റെഡ് കുപ്പി ഇരിക്കണണ്ടാ. മാമച്ചിൻ്റെ വെള്ളമാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു വെള്ളം എടുക്കാൻ മറക്കല്ലേട്ടാ എന്ന് പറഞ്ഞു. എന്നിട്ടും അവ എടുത്തിട്ട് പോയില്ല. വൈകുന്നേരം വരുമ്പോൾ അത് പറയും ഫസ്റ്റ് തന്നെ. അപ്പം നമുക്കിനി ഇതിലെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടി കണ്ടാലോ. ഇതിൽ കുറേ ഡ്രിഫ്റ്റ് വുഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ. ഡ്രിഫ്റ്റ് വുഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിലിരിക്കണം മരക്കഷ്ണങ്ങളാണ് ഡ്രിഫ്റ്റ് വുഡുകൾ. പാറകൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇത് നിറയുന്നത് വരെ അതാ ആ കാണുന്ന ഊഞ്ഞാലിൽ ഞാൻ കിടന്ന് റെസ്റ്റ് എടുക്കാം. അപ്പം ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. അപ്പൊ നമ്മുടെ വെള്ളം ഏകദേശം നിറഞ്ഞു കഴിയാറായി. ഇനി ഒരു ഇത്തിരിയും കൂടി, ഇവിടെയും കൂടി വെള്ളം നിറയാനുള്ളൂ. അപ്പൊ ഇനി ഞാൻ പുറത്തു പോയിട്ട് എൻ്റെ പൈപ്പ് പോയിട്ട് ഓഫ് ചെയ്യണം. അതുപോലെ ഫിൽട്ടർ ഓൺ ആക്കണം. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ?
വെള്ളം പുതിയതായ എൻ്റെ ഒരു മയക്കം ഉണ്ടാവും അല്ലേ, ഒരു ബുദ്ധിമുട്ട്. ഓക്കെ ആകൂട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെള്ളം ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഒന്ന് ഓണാക്കാമായിരുന്നു. വെള്ളം നിറയട്ടെ, കുറച്ചും കൂടി നിറയട്ടെ, ഇത്ര ആവട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് പൈപ്പ് ഓഫ് ചെയ്യാം, ഫിൽട്ടർ ഓൺ ആക്കാം. ഗുഡ്. ഈ ഒരു വെള്ള ഒരു പൊടി പോലെ തോന്നണ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഇത്തിരി വൈറ്റ് ഷെയ്ഡ് പോലെ തോന്നണില്ലേ, അത് നാളത്തേക്ക് മാറി നല്ല ക്ലിയർ വാട്ടർ ആവും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു യെല്ലോ കലർന്ന ഗ്രീനിഷ് കളറാവും വാട്ടർ. പിന്നെ കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെയാവും. പിന്നെ വീണ്ടും മാറ്റുമ്പോഴാണ് ഇങ്ങനെ ആവുക. ഇപ്പൊ എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. മുൻപ് ഈ ചെടികൾ ഈ അറ്റം വരെ എത്തിയിട്ട് ഈ താഴെയുള്ള ചെടികൾക്ക് വളരാൻ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടായില്ല. ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ആ ചെടികൾ മുറിച്ചത് കൊണ്ട്. ഇടയ്ക്ക് ആ ചെടികൾ ഒന്ന് മുടി മുറിക്കണ പോലെ മുറിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, ബാക്കിയുള്ള ചെടികൾക്ക് വളരാൻ പറ്റണില്ല. നിറച്ചിരിക്കുകയായിരുന്നു. ഓക്കെ അല്ലേടാ, മീനുകളെല്ലാവരും ഓക്കെ അല്ലേടാ? ഞാൻ ഫിൽട്രേഷനൊക്കെ ഓണാക്കി തന്നു കഴിയുമ്പോൾ സെറ്റാക്കാം കേട്ടാ. ഫിൽട്ടറൊക്കെ ഓണാക്കി കഴിഞ്ഞ് തീറ്റയൊക്കെ ഇട്ട് തരാം കേട്ടാ. കുറച്ച് ചെടിയും കൂടിയൊക്കെ പറിച്ചെടുക്കേണ്ടതായിരുന്നു, പിന്നെ പറിക്കാൻ കിട്ടണല്ലേ കുറേ എണ്ണം. വേരൊക്കെ നന്നായി ഇറങ്ങി താഴ്ത്തോട്ട്. അടുത്ത ക്ലീനിങ്ങിൽ കുറച്ച് ചെടി പറിച്ച് മാറ്റണം. വെള്ളം നിറഞ്ഞ ഫിൽട്ടർ മുങ്ങിണ്ടോ? ഫിൽട്ടർ മുങ്ങിന്ന് വെച്ച് ഫിൽട്ടർ ഓണാക്കാം. കുറച്ചും കൂടി മുങ്ങാണ്ടല്ലേ, ഒരു ലേശം കൂടി മുങ്ങാണ്ട്. പക്ഷെ ആ സാധനം നേരെ വെച്ചിട്ടില്ല. ഞാനപ്പോൾ ഇതിലത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തത് ഇനി ഇതിന്റെ ഫിൽറ്ററിന്റെ സ്വിച്ചുകളെല്ലാം ഇതിൽ ഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ പ്ലഗും നമുക്ക് കുത്തി കൊടുക്കാം. ഇനി വേറെ ഉണ്ടല്ലോ, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്. അപ്പൊ ഞാൻ ഇതിന്റെ ഫിൽറ്റർ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ മൈക്ക് ഇടയിൽ വെച്ചൊന്ന് ഓഫായി പോയി, കുറെ ക്ലിപ്സിൽ സൗണ്ട് ഇല്ലാണ്ടായി. കുറെ അല്ല, കുറച്ച് ക്ലിപ്സിൽ. അപ്പൊ ഇതില് ഫിൽറ്റർ ഞാനിപ്പോ വർക്കിംഗ് ആക്കി, ഓൺ ആക്കി, ലൈറ്റ് ഓൺ ആണ്, എല്ലാം ഓണായി. പഴയ പോലെ മീനുകൾ അവരുടെ ലോകത്താണ്, ഓക്കെ ആണ്. ഇപ്പൊ നമ്മള് ഫുള്ള് വെള്ളം മാറ്റൽ ഏകദേശം തീർന്നു, ഇന്നത്തെ പരിപാടി തീർന്നു. ഇനി ഇതിലത്തെ ഈ പൈപ്പ് നമുക്ക് പതുക്കെ എടുത്ത് മാറ്റാം. അപ്പൊ ഈ വെള്ളം ഇവിടെ പോവാതിരിക്കാൻ ഞാൻ ഒരു തുണിക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റണം. നമുക്കിത് നോക്കാം. ഈ പൈപ്പ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ കോട്ടിയാടിയിലേക്ക് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഈ പൈപ്പൊക്കെ എടുക്കാതെ അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാം. അപ്പം നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. ഈ ഒരു അക്വേറിയം എന്ന് പറയുന്ന സംഭവം മാത്രം ഞാൻ തന്നെയാണ് കേട്ടോ ക്ലീനിങ്ങൊക്കെ ചെയ്യാറ്. പിന്നെ നംശവും ജാനും ഉള്ളപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് ഉള്ള കൺട്രോൾ, ഓഫ് ചെയ്യൽ, ഓണാക്കൽ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് വെള്ളം മാറ്റി കഴിയുമ്പോൾ തന്നെയുള്ള കോലം ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ മീനുകളെല്ലാം ആ വെള്ളത്തിനോട് ഓക്കെ ആയി എല്ലാവരും ഓടിക്കളിച്ച് തുടങ്ങും. അതുപോലെ ഈ വെള്ളത്തിൻ്റെ ഒരു മങ്ങലുണ്ടല്ലോ, ക്ലാരിറ്റി കുറവുണ്ടല്ലോ വെള്ളത്തിന്, അത് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും, നാളത്തേക്ക് റെഡിയാവും. അപ്പം അതും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ ചെടികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അവരുടെ താളത്തിനകത്ത് കറക്റ്റായിട്ട് ഈ അറ്റം വരെ വളർന്നു വരും. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വീണ്ടും അവരുടെ മുടി ഇങ്ങനെ മുറിച്ചു കൊടുക്കും. എനിക്ക് ഒരുപാട് അങ്ങോട്ട് വളരുമ്പോൾ ഈ താഴെയുള്ള ചെടികൾക്ക് വളരാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ മുറിച്ചു കൊടുത്തേക്കാണ്. ഇനി പതുക്കെ അത് വീണ്ടും വളരും. പതുക്കെ അല്ല, നല്ല ഫാസ്റ്റായിട്ട് അത് വളരും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റഡ് അക്വേറിയം. ഡ്രിഫ്റ്റ് വുഡ് ഉണ്ട്, ചെടികളുണ്ട്, മീനുകളുണ്ട്. ഇതാണ് മണ്ണിൻ്റെ സെറ്റപ്പ്, ഇങ്ങനെയാണ്. കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്വേറിയം. അപ്പോൾ ഇനി ഈ അക്വേറിയത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നത്തെയും പോലെ കമൻറ്റുകളായിട്ട് ചോദിച്ചോളൂ. ഞാനപ്പോൾ അതിന് ഉത്തരമായിട്ട്
എനിക്കറിയാവുന്ന ഉത്തരങ്ങളെല്ലാം ഞാൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അവർക്ക് ഞാൻ ഈ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ കൊടുക്കാറുള്ള ഫുഡാണ്. ഇന്നിപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 11 മണിയായി കൊടുത്തപ്പോൾ. ആർട്ടീമിയ ഫ്ലേക്സ് ആണ് ഇന്ന് കൊടുത്തേക്കണേ കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലത്തെ ക്ലീനിങ് കഴിഞ്ഞ് മീനുകളെല്ലാം ഇന്നത്തേക്ക് ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നംശിവിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ക്ലാസ്സിൽ പോകാറായിട്ടുണ്ട് അവന്. എന്നാൽ ജാനുവിനെ വിടണില്ല, ചുമയാണ് ജാനുവിന്. അപ്പോൾ ഇവന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കണം. എന്താ നല്ല ക്ലിയറായി വെള്ളം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിനുള്ളിലാന്ന് തോന്നിപ്പോവും. അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഉണ്ടോ, ഇതാണ് ശരിക്കും ഇങ്ങനെ വാളക്കുറിയം എന്ന് പറയുമ്പോൾ ഈ ഒരു ലുക്കാണ് വേണ്ടത്. പക്ഷെ എങ്ങനെ നോക്കിയാലും നാളെ തൊട്ട് ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും ചെറിയ ഗ്രീൻ കളറൊക്കെ വരും. അത് അവർക്ക് ഓക്കെയാണ്, നമുക്കാണ് ഓക്കെ അല്ലാത്തത്. നമ്മുടെ അക്വേറിയത്തിന്റെ പരിപാടികൾ ഏകദേശം തീർന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മുടെ അക്വേറിയത്തിന്റെ മെയിൻ്റനൻസ് വീഡിയോ. എങ്ങനെയാണ് ചേച്ചി ഈ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യണേന്ന് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ അതിനുള്ളൊരു ഉത്തരാണത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടൂറ്, ടാറ്റു, എൻ്റെ ടാറ്റുവിനെ കുറിച്ച് പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അതെല്ലാം പിന്നാലെ വീഡിയോസ് ആയിട്ട് പതുക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ സമയം എടുക്കും ദാസ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത